എന്റെ ശ്വാസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെള്ളത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ വെള്ളത്തിൽ ഇപ്പോൾ മുഴുകി പോകും. മണി പൈപ്പ് മാറ്റി പിടിക്കേ. എനിക്ക് പേടിയാകുന്നു. എന്നെ രക്ഷിക്കൂ, രക്ഷിക്കണേ. ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷിക്കൂ. തുണി നനയ്ക്കാൻ വേണം നല്ല സോപ്പ്. ഇത് നല്ല ക്ലിയർ സൂപ്പ്. അടികൈ അങ്ങ് കഴിക്കുന്നു എങ്കിൽ കഴിക്കൂ. ഞാനിപ്പോൾ വെള്ളത്തിൽ മുഴുകിപ്പോകും. ഇവൻ എന്താ സംഭവിച്ചത്? ഇവൻ സ്വപ്നം കണ്ടെന്തോ പേടിച്ചു. അപ്പം മുതൽ വെള്ളം കണ്ടാൽ പേടിയാ. വെള്ളം കുടിക്കാൻ പോലും പേടിയാണ്. ചൂട് കാരണം ഇപ്പോൾ ഒരിടത്തും മഴ പെയ്യുന്നില്ല. വെള്ളം കുടിക്കാതെ ജീവിക്കാനും കഴിയില്ല. എന്നാൽ സോർദാർ നല്ലൊരു സിമ്മറും കൂടിയാണ്. അതെ, എന്നാൽ ഇപ്പൊ ഗ്ലാസ്സിലെ വെള്ളം കണ്ടാൽ പോലും അവന് പേടിയാണ്. അവന് വെള്ളം കണ്ടാൽ പേടിയായിരിക്കാണ്. എങ്കിലും അവനെ കടലിന്റെ നടുക്ക് കൊണ്ടുപോയാൽ മതി. 4 വശത്തും വെള്ളം കാണുമ്പോ അവന്റെ പേടി മാറിക്കോളും. വേണ്ട, ക്ലബിലേക്ക് പോകാം. അവിടെ സ്വിമ്മിംഗ് ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ അവന്റെ പേടി മുഴുവൻ മാറിക്കോളും. നല്ല ഐഡിയ മാഡം. എന്നാ വാ. വേണ്ട, ഇപ്പോൾ വേണ്ട. ചിലപ്പോ സോർദാറിന് സംശയം വരാം. നമുക്ക് അവനെ വൈകിട്ട് ക്ലബിലേക്ക് കൊണ്ടുപോകാം. സബാഷ്. ബണ്ണി തീർച്ചയായും അവനെ വെറുതെ വിടില്ല. സംശയമുണ്ടോ? അവനോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറെ അധികം സമയം എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഫൈറ്റിൽ ശ്രദ്ധിക്കേ, ഫൈറ്റിൽ. എടാ വട്ട, എന്തിനാ എത്ര ബലമായി ഇടിച്ചത്? ഞാൻ ബലമായി ഇടിച്ചില്ലെങ്കിൽ നീ എങ്ങനെ ബോധം കെട്ട് വീഴും? നീ പതുക്കെ അടിച്ചാ മതി. ഞാൻ ബോധം കെട്ട് വീഴും പോലെ ആക്ടിങ് ചെയ്തോളാം. എടാ നോക്ക് നോക്ക്, ബണ്ണി ബോധം കെട്ട് വീണു. സംശയമുണ്ടോ? നമ്മുടെ ബണ്ണി ബോധം കെട്ട് വീണു. ഞാൻ ആരാണെന്ന് ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. നിൽക്ക്, വെള്ളത്തിൽ വീഴേണ്ടത് ഞാനാണ്. അതാണ് സീന്. നിൽക്ക്. നീ എന്താ പറഞ്ഞു വരുന്നത്? അത് പിന്നെ അണി സഹോദരന് വേണ്ടി സ്വയം ത്യജിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? രക്ഷിക്കൂ. അതെ, അതെന്തായാലും നന്നായി. ഞാനാണ് സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ഏത് പാട്ടാ പാടണ്ടേ? ഏത് വേണമെങ്കിലും പാടിക്കോ. ഇവൻ എല്ലാ പാട്ടുകളും നന്നായിട്ട് അറിയാം. ഈ പാട്ട് പാട്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വേഗം വേഗം പാടാ. നീ പാട്ടൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മര്യാദക്ക് പാടുന്ന അങ്ങോട്ട് കേട്ടാ മതി.
എനിക്ക് വേണ്ടി ഈ പാട്ടൊന്ന് പാടിക്കേ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ. അടകാളി ചണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി അനുഗണ മരികോട് ഈ പാട്ടൊന്ന് പാടാ. അതെ അതെന്തായാലും നന്നായി. ഞാനാണ് സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. എടാ ആ പാട്ടൊന്നും പാടാൻ പറ്റില്ല. ഞാൻ പറയുന്ന പാട്ടേ പാടാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്ന പാട്ട് പാടും. അത് കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. നീയൊക്കെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത്, പാടുന്ന പാട്ട് മാത്രം കേട്ടാ മതിന്ന്. പാടിക്കോ പാടിക്കോ, അടിപൊളി പാട്ടങ്ങോട്ട് പാടിക്കോ. ഇവന്മാരെ എന്തായാലും വിടാൻ പാടില്ല. ഇവിടെ പോകുന്നില്ല. എടാ എല്ലാരും ഓടിക്കോ, പോലീസ് വരുന്നുണ്ട്, ഓടിക്കോ. എന്നതാ എന്തു പറ്റി വല്ലാത്തൊരു ടെൻഷൻ? എന്റെ ഭായ് ഒന്നും ചോദിക്കണ്ട. എന്നാ ശരി, ഞാൻ ചോദിക്കുന്നില്ല. തനിയെ വിട്ടേക്ക്. സംഭവിച്ചത് എന്താന്ന് വേഗം പറയേ. ചന്തയിലെ ചില ചേട്ടന്മാരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഒരു റോക്ക് ബാൻഡ് ഏർപ്പാട് ചെയ്തിരുന്നു. അവന്മാരാണെങ്കി ഇപ്പൊ വരുന്നില്ല. ഓ അത് ശരി. അവര് വന്നില്ലെങ്കിൽ പിന്നെ റോക്ക് ബാൻഡ് മൊത്തത്തിൽ എങ്ങനെയാ പൊട്ടിക്കാൻ കഴിയുക? എന്റെ ഭായ് കഴുതേ, വരുന്നത് റോക്ക് ബാൻഡുകാരാണ്, കല്ല് പൊട്ടിക്കുന്നവരല്ല, ബാൻഡ് അടിക്കുന്നവരാ. അപ്പൊ ബാൻഡുകാര് വന്നില്ലെങ്കിൽ പിന്നെ ബാൻഡ് എങ്ങനെയാ അടിക്കാൻ കഴിയുക? എടാ അത് തന്നെയല്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞതാ. ഒന്നാമതേ അവന്മാര് പ്രശ്നക്കാരാ, വേറെ ബാൻഡുകാരെ വിളിച്ചിട്ട് വരുന്നുമില്ല. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ഞാനൊരു ഐഡിയ പറയട്ടെ. അതെ, പിങ്കിയോടൊപ്പമല്ല, താൻ തനിച്ച് ഐഡിയ പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചോളാം. ഞാൻ വളരെ നല്ലൊരു സിംഗറാണ്, കൂടാതെ പോപ്പറ്റും പാടും. അപ്പൊ ഇൻസ്ട്രുമെന്റ് ആരാണ് വായിക്കുക? ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റും പ്ലേ ചെയ്യാൻ അറിയില്ല. എന്റെ ഭായ് അവര് പ്രശ്നക്കാരാ, എന്നാൽ സംഗീതത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. എന്തെങ്കിലും ഒന്ന് കൊട്ടിയാ മതി. അവര് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. എന്റെ ഭായ് നിങ്ങളൊന്ന് തയ്യാറായിക്കോ, വൈകിട്ടാണ് പ്രോഗ്രാം. ഓക്കേ, ഒന്ന് സഹായിക്കണേ. എന്താണ് അവിടെ പ്രശ്നം? ഇത് ഞങ്ങളുടെ പരിപാടിയാ. പരിപാടിയിൽ വന്ന് അലമുണ്ടാക്കിയ എന്റെ സ്വഭാവം അങ്ങ് മാറും, പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് അവനൊരു സീറ്റിൽ പോയി ഇരിക്കാൻ നോക്ക്. എന്റെ ഭായ് പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. ആരും മിണ്ടാതിരുന്ന് പ്രോഗ്രാം കാണുന്നുവോ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമ്മാനം കിട്ടും. മതി, ഒന്ന് മതിയാക്കിയിട്ട് വേഗം പ്രോഗ്രാം ഒന്ന് തുടങ്ങണേ. ഓക്കെ ഭായ്, ഇതാ ഇവിടെ അവതരിപ്പിക്കുന്നു ആദ്യത്തെ ആള്. എന്തോ നാടകമാര് കുണുകുണ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? വേഗം സോങ് തുടങ്ങാൻ പറയണേ. എന്റെ ഭായ് ഒന്ന് ശാന്തരായിരിക്കെ, അല്ലെങ്കിൽ മൈക്കെടുത്ത് ഞാൻ മണ്ടയിലെറിയും. ഇപ്പൊ ഞാൻ കുറച്ച് ഡീസന്റാ, പക്ഷെ ഇവിടെ ജനിച്ചു വളർന്നതാ, ഓർമ്മയിരിക്കട്ടെ. ഇതാ നിങ്ങളെ മുന്നിലേക്ക് പാട്ട് പാടാനായി വന്നിരിക്കുന്നു മിസ് സ്വീറ്റി.
എന്തൊരു ഗ്ലാമർ നിനക്ക്. പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് പോയി രണ്ടുപേർക്ക് ഡിന്നറിങ് കഴിച്ചാലോ? ആ, എന്നാടെ ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ സ്വീറ്റ് ഇന്ന് നിരാഹാരത്തിലാണ്, ഒന്നും തന്നെ കഴിക്കില്ല. ഈ കാര്യം നിനക്ക് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ആർട്ടിസ്റ്റുകളെ ശല്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു പെർഫോമൻസ് നടക്കാൻ പോകുന്നില്ല. ബായ്, പ്രോഗ്രാം നിർത്താൻ പറ്റില്ല. ഇവരെ ഞാൻ നോക്കിക്കോളാം. ഇനി ടെൻഷന്റെ ആവശ്യമില്ല. അവനെ അയക്കേണ്ട സ്ഥലത്ത് തന്നെ അയച്ചു കഴിഞ്ഞു. അകത്തുണ്ട്. ഞങ്ങളും അകത്ത് തന്നെയാ ഉള്ളത്. ഞങ്ങൾ അകത്തുണ്ടായിട്ട് നിന്നെ കാണാൻ പറ്റുന്നില്ല കൊച്ചളിയാ. എടാ കഴുതേ, ഞാൻ ഈ ബോക്സിന്റെ അകത്താടാ. ഇത് പെട്ടെന്ന് അടഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ബോക്സ് ഉണ്ടല്ലോ. ഇതിൽ ഏതാണെന്ന് എങ്ങനെ അറിയാ? എല്ലാ ബോക്സും തുറക്കുമ്പോഴേക്കും കൊച്ചളിയന്റെ പണി തീരും. എടാ ഞാൻ ഇവിടെയാ ഉള്ളത്. ഇവിടെ. ഇത് തുറക്കാൻ കഴിയുന്നില്ല. ബോക്സിന്റെ പുറത്ത് കയറി തുറന്നാൽ എങ്ങനെയാ അത് തുറക്കുക? ഇവിടുന്ന് മാറി നിൽക്ക്. എടാ, എന്നെ ഒന്ന് വന്ന് രക്ഷിക്ക്. ഈ ഗം ഒന്ന് എടുത്തതാ. എടാ, നീ എന്താ ഈ ചെയ്യുന്നത്? നിന്റെ തോലോരൊന്ന് പറിച്ചെടുത്ത് ഞാൻ വൃത്തിയാക്കാം. വിടണ എന്നെ, കഴുതേ. നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കി. നമുക്ക് ഉടൻ തന്നെ പണി തുടങ്ങാം. എടാ എന്നെ പുറത്തെടുക്ക്. വേഗം പുറത്തെടുക്ക്. ബണ്ണിയുടെ തലയിൽ എന്താ പരിക്ക് പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അവന്റെ തല ഇപ്പൊ രണ്ടായി. എടാ കഴുതേ, അത് കണ്ണാടിയാ. അവനെ പുറത്തെടുക്ക്. നീ എന്താടാ ഈ കാണിച്ചത്? സോറി, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എടാ, ആദ്യ ദിവസം തന്നെ ജോലിയിൽ നിന്ന് പുറത്തു പോകാനുള്ള പണി കാണിക്കുകയാണോ? വേഗം വാ, പണി തുടങ്ങാം. വേഗം. കണ്ടോ, ഡ്രസ്സിംഗ് ടേബിളും റെഡിയായി കഴിഞ്ഞു. ഞാനും ടേബിൾ റെഡിയാക്കി. എന്താടാ ഈ കാണിച്ചത്? മുത്തശ്ശൻ നമ്മോട് പറഞ്ഞല്ലേ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സെന്റർ ടേബിളും ഡെലിവറി കൊടുക്കണമെന്ന്. എങ്ങനെയുണ്ട്? നമുക്ക് പല്ലുകൊണ്ട് കടിച്ചുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലുള്ള പല്ലുകൊണ്ട് അതുപോലെ ഉണ്ടാക്കിയത്. കഴുതേ, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിച്ചു വെക്കുന്നത്? ടേബിളിനെ കടിച്ചു വെക്കാനല്ല പറഞ്ഞത്. സംശയമുണ്ടോ? ഈ തടി മുഴുവൻ നശിപ്പിച്ചു. ഒപ്പട്ടെ, ഹെൽപ്പ് ചെയ്യടാ. എന്റെ ശക്തി ഇപ്പൊ തീരും. ഹായ്. ഹായ്. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ഹായ്. ആരോഗ്യ കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധാലുവാണ്. ലോങ് ഷോപ്പിൽ. അല്ല, നിങ്ങളിവിടെ എന്ത് ചെയ്യാണ്? ഹായ് ഹായ് ഹായ്. ഹായ്. ഒരു മുന്നറിയിപ്പില്ലാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാരുമായി ഒരു ചെറിയ റിപ്പോർട്ട് തയ്യാറാക്കിയാണ്. ജോർദാറെ, ഒന്നിങ്ങ് വാ. ഇല്ല, ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആണ്. എനിക്ക് എക്സർസൈസ് നിർത്താൻ കഴിയില്ല.
അയ്യോ എന്റെ അമ്മച്ചി, അയ്യോ രക്ഷിക്കണേ. ഹായ്. എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത്? മാറിക്കേ. ഇത്രേ ഉള്ളൂ. എടാ, വീട് പണി തീരും മുമ്പ് എന്റെ പണി തീർക്കരുത്, സംശയമുണ്ടോ? എന്താ പറ്റിയേ? ഈ ചുറ്റിക എന്നെ വന്ന് തല്ലി. കഴുതേ, തല്ലിയത് നീ തന്നെയാടാ. നീ പെയിന്റ് ചെയ്തേക്ക്, അതൊക്കെ ഞങ്ങൾ നോക്കാം. അതൊക്കെ തന്നേ. പോപ്പട്ടെ, നീ ചുറ്റിക ബണ്ണിക്ക് കൊടുക്ക്. സോറി സോറി. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, കണ്ടോ ഞാൻ ശരിയാക്കി. എന്ത് ശരിയാക്കിന്നാ? ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കോടാ. ബണ്ണി വിട്ടേക്ക്, അവൻ നമ്മുടെ കൂട്ടുകാരനാ. നിങ്ങൾക്ക് അങ്ങേ പോലെ ഫർണിച്ചർ ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങള് പല്ലുകൊണ്ട് എല്ലും കഷ്ണം മാത്രമേ കടിക്കൂ. ഞങ്ങളുടെ പല്ല് അങ്ങയുടെ പല്ലിനെ പോലെ വലുതല്ലല്ലോ. ഇത് വളരെ എളുപ്പമാണെന്നേ. കണ്ടില്ലേ? ഇങ്ങനെ കാണിച്ചാ പിന്നെ ഞങ്ങൾ ഉണ്ടാവില്ല. എടാ, ഒന്നും മിണ്ടാതിരിക്കേ, ജോലിയെ കുറിച്ച് അദ്ദേഹം പറയട്ടെ. ദാ നോക്ക്, എനിക്ക് ആദ്യം ഒരു ഡ്രസ്സിംഗ് ടേബിൾ, പിന്നെ ഒരു സെന്റർ ടേബിൾ ഡെലിവറി ചെയ്യാനുണ്ട്. പണി തീർക്കാം. തടി അവിടെ കിടപ്പുണ്ട്. അലമാരിയിൽ പണി സാധനങ്ങളും ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉടൻ തന്നെ നിങ്ങൾ പണി തുടങ്ങിക്കോളൂ. ഞാനൊന്ന് ഷോപ്പിലേക്ക് പോയിട്ട് വന്നേക്കാം. വേഗം വാ, നമുക്ക് പണി തുടങ്ങാം. ഇവിടെ വല്ലാത്ത ചൂട്. ഹണി, ഫാൻ ഓഫ് ചെയ്യടാ. എനിക്ക് പറക്കാൻ കഴിയില്ല, ഞാൻ കുടുങ്ങിയിരിക്കുക. സംശയമുണ്ടോ? ജോർദാറെ, ആ മരത്തെ പുറകോട്ട് വലിക്കേ. മിഷൻ ഓഫ് ചെയ്യേ. മെയിൻ ലിവർ പൊട്ടിപ്പോയടാ. ഹണി, എന്തെങ്കിലും ചെയ്ത് ബ്ലേഡിനെ നിർത്ത്. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ 2 പോപ്പറ്റ് ഉണ്ടാകുമായിരുന്നു. സംശയമുണ്ടോ? ഞാൻ പോയി സ്വിച്ച് ഓഫ് ചെയ്യാം. ആ
ഊ.